ഹലോ, നമസ്കാരം. റിയാസ് സലീം. Go away, stay away, stay away, go away, go away, stay away, stay away, go away. എനിക്ക് ഇപ്പോഴും റിയാസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യം ഓർമ്മ വരുന്നത് റിയാസ് പറഞ്ഞ ഈ വരികളാണ്. Go away, stay away, stay away, go away. ആക്ച്വലി റിയാസിന്റെ കാര്യത്തിൽ റിയാസ് പലപ്പോഴും ആളുകൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. വരൂ, എന്നെ ക്രിട്ടിസൈസ് ചെയ്യൂ, വരൂ, എന്നെ ചിത്ത് വിളിക്കൂ, കടന്നു വരൂ, നാളെയാണ്. റിയാസ് വിളിച്ചു വരുന്ന സമയത്ത് ആൾക്കാർ വരുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു. വിളിച്ചു വരുത്തിയതിന് ശേഷം പിന്നെ ഗോ അവേ, സ്റ്റേ അവേ, ഗോ അവേ, സ്റ്റേ അവേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാവും? ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് തമാശ രൂപത്തിൽ പറഞ്ഞെന്ന് മാത്രം. ഇനി കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് റിയാസ് സലീം എയറിൽ കട്ടന്നിങ്ങനെ പറക്കുകയാണ്. ആൾക്കാരൊക്കെ പിടിച്ച് ഊക്കി വിടുക. ട്രോളുകൾ വരുന്നു, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നു. ഞാനെന്തായാലും ഒരു വലിയ ഊക്കിലേക്ക് കിടക്കുന്നില്ല. ഞാൻ ന്യായമായൊരു ഉപദേശം റിയാസിന് തരാം. റിയാസിന് അതൊക്കെ ഇഷ്ടപ്പെടുമോ, ആ ഉപദേശം റിയാസ് എടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും പിടിച്ചോ, ഞാൻ പറയാം. ഒരു വിഷയം വരുന്ന സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, അഭിപ്രായമൊക്കെ പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് പറയുന്ന അഭിപ്രായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൻ്റെ സീരിയസ്നെസ് ആദ്യം മനസ്സിലാക്കണം റിയാസ്. വിഷയത്തിൻ്റെ സീരിയസ്നെസ് ആദ്യം മനസ്സിലാക്കണം റിയാസ്. ആ സീരിയസ്നെസ്സിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുമ്പോൾ ആ ഇൻഫോർമേഷനിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ആ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇൻഫോർമേഷനിൽ ഉറപ്പുണ്ടോ, അത് ഒരു റിയാലിറ്റി ആണോ എന്ന് ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷമേ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. റിയാസ് മനസ്സിലാക്കേണ്ട കാര്യം അത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ എവിടുന്നെങ്കിലും കിട്ടിയ ഒരു ഇൻഫോർമേഷൻ്റെ പുറത്ത് അങ്ങോട്ട് എടുത്ത് ചാടി ഇത് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്താവും? ആൾക്കാരിത് കണ്ടിട്ട് റിയാസ് സാരില്ല, അബദ്ധം പറ്റിയതല്ലേ എന്നൊന്നും വിചാരിക്കാൻ പോകുന്നില്ല. അത് കാണുന്നു, ഇവരെന്തായി വിളിച്ചു പറയുന്നേ എന്ന് തോന്നും. ആളുകൾ പിടിച്ച് എടുത്ത് ഉടുത്തു വിടും. അതാണ് ഇപ്പോൾ റിയാസിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഒന്നാമത് ഈ ഇന്ത്യ പാക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം നമുക്കറിയാം, അത് എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഉണ്ടല്ലേ. അപ്പോൾ ആ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അറിയില്ലെങ്കിൽ മിണ്ടണ്ട. അല്ലാണ്ട് ഇത് അടുത്ത വീട്ടിലുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി വരുന്ന പോലെ, അല്ലെങ്കിൽ സില്ലി ആയിട്ടുള്ള വിഷയത്തെ കുറിച്ചിട്ടൊക്കെ അഭിപ്രായം പറയാൻ വേണ്ടി വരുന്ന പോലെ സിമ്പിളായിട്ട് ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടിയാൽ ഒരു ഉറപ്പില്ലാത്ത ഒരു സംഗതി പിടിച്ചിട്ട് അങ്ങോട്ട് പോസ്റ്റ് എടുത്ത സമയത്ത് ഇതല്ല, അതിനപ്പുറം എന്തോ നടന്നില്ലെങ്കിൽ അത്ഭുതം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. റിയാസ് എന്താ പോസ്റ്റ് ചെയ്തത്? മറ്റേ പാകിസ്ഥാനിലെ പാവപ്പെട്ട സിവിലിയൻസിനെ ഇന്ത്യൻ അറ്റാക്കിൽ അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ബാധിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ എങ്ങാണ്ടാണ് പുള്ളി പോസ്റ്റ് ഇട്ടത്. എവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണിത്? ആര് പറഞ്ഞ ഇൻഫർമേഷനാണ്? ഇതിൻ്റെയൊക്കെ ഉറപ്പ്, ഇതിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആക്ച്വലി റിയാസ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ആക്ച്വലി മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. പാകിസ്ഥാനിലുള്ള ഏത് സിവിലിയൻസിനെയാണ് ആക്ച്വലി ഇന്ത്യ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്? അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് ഒന്ന്. പിന്നെ ഭയങ്കരമായിട്ട് ഈ കൺസേൺ കാണിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ റിയാസ് പറഞ്ഞു. ഓക്കെ, കൺസേൺ കാണിക്കാം, പക്ഷെ ഒരു ഉറപ്പ് വേണ്ടേ? ഒരു വിഷയത്തിന് ഒരു ഉറപ്പ് വേണ്ടേ? അതൊരു ഫേക്ക് ന്യൂസും ആരോ സ്പ്രെഡ് ചെയ്തതും പൊക്കി പിടിച്ചുകൊണ്ടാണ് റിയാസ് ആക്ച്വലി വന്നതെന്നുള്ളിടത്താണ് ഇവിടെ പ്രശ്നം വരുന്നത്. അതാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ പഹൽഗാമിൽ നടന്ന കാര്യം നമുക്ക് ആക്ച്വലി അറിയാം. ഒരുപാട് സിവിലിയൻസ്, ഒരുപാട് പാവപ്പെട്ട, ഒന്നും അറിയാത്ത പാവപ്പെട്ട ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു. അത് നടന്നൊരു കാര്യമാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ആക്ച്വലി ഉള്ളൊരു കാര്യമാണ്. അതിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് കൺസേൺ തോന്നി, മനുഷ്യജീവൻ പോയി എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ടാ. പഹൽഗാമിൽ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിയാസ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയില്ല. അറിയാത്ത കാര്യം ഞാൻ പറയുന്നില്ല. ആ വിഷമം റിയാസ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഐ ഡോണ്ട് നോ. ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം.
ഇട്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ, അപ്പൊ കാണിക്കാത്ത വിഷമം ഇവിടെ കാണിക്കുന്ന വിഷമം എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നേ പറയാനുള്ളൂ. സോ ഞാനിപ്പോഴും പറയുന്നു, പഹൽഗാമിൽ നടന്ന സംഭവം ബന്ധപ്പെട്ടിട്ട് പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അത് പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ വിഷമം തോന്നിയില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു ഫേക്ക് ന്യൂസ് ആരോ എവിടെന്നോ സ്പ്രെഡ് ചെയ്തതും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എന്താ പറയുക, അത് ഒരു വിഷമം ബോധിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതെന്ത് വിഷമാണെന്ന് അറിയില്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബട്ട് ഞാൻ ഉപദേശമായിട്ട് തരികയാണ് മിസ്റ്റർ റിയാസ്, ഉപദേശമായിട്ട് പറയാണ് റിയാസ്, ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ തലവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ താല്പര്യമില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കണ്ട. അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക, കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, വിഷയങ്ങളെ കുറിച്ചിട്ട്. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടും. അങ്ങനെ കിട്ടിയതിന് ശേഷം ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇടാം. ആൾക്കാർ ചിലപ്പോൾ അംഗീകരിക്കുകയായിരിക്കും. അല്ലാതെ ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നിടുന്ന സമയത്ത് ആൾക്കാർ പിടിച്ച് ചീത്ത വിളിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് റിയാസ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? പിന്നെ റിയാസിൻ്റെ കാര്യത്തിൽ, റിയാസിൻ്റെ കാര്യം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ആരാണെങ്കിലും ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് 3 ലക്ഷത്തിൽ ചില്ലറ ഫോളോവേഴ്സൊക്കെ റിയാസിനുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ. അത് മറക്കരുത്, ഉണ്ട്. 3 ലക്ഷം എന്ന് പറയുന്നത് ചെറിയ കണക്കാണോ? അല്ല, വലിയ കണക്ക്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഒരു സാധനം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കണ്ടേ, ഇത്രയും ആളുകളുടെ മുമ്പിലേക്കാണ് ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ഇടുന്ന കാര്യങ്ങളിൽ ഒരു ഉറപ്പുണ്ടോ, ഉള്ള കാര്യം തന്നെയാണോ, അതൊരു റിയാലിറ്റി ആണോ, സത്യസന്ധമായ കാര്യമാണോ, ഇത്രയും സീരിയസ് ആയ കാര്യമല്ലേ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇടുന്നതിന് പകരം അതൊന്നും ചിന്തിക്കാതെ ചടാന്ന് പറഞ്ഞങ്ങ് പോസ്റ്റ് ചെയ്ത് പിന്നെ അത് റിമൂവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇത്രയും ആളുകളുടെ മുമ്പിലേക്ക് ഒരു എന്താ ഫേക്കായിട്ടുള്ള ഒരു സാധനം അങ്ങ് അടിച്ച്, ആരോ പറഞ്ഞതും കേട്ട് ഫേക്കായ ഒരു സാധനം അടിച്ച് ഇറക്കി വിട്ടതിന് ശേഷം ഒരുപാട് ആളുകളിലേക്ക് എത്തിയതിന് ശേഷം പിന്നെ അത് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഫേക്ക് ആയിട്ടുള്ള സാധനം പുറത്തേക്ക് പോയി ഊക്കും വാങ്ങിയതിന് ശേഷം പിന്നെ മാറ്റിയിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് റിയാസിനെ ഏതോ ഒരു ചെക്കൻ, ഒരു പയ്യൻ, സനൂപ് എന്തോ ആണോ തോന്നുന്നു പുള്ളിയുടെ പേര്, ഇൻസ്റ്റാഗ്രാമിൽ റിയാസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എന്തോ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ എന്താണ് ഇൻസ്റ്റയിൽ എന്തോ 2 മില്യൺ എന്തോ വ്യൂസ് എങ്ങാണ്ട് എത്തിയിട്ടുണ്ടായി. അപ്പോൾ ആ ചങ്ങായിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് എന്തോ ഒരു പരിപാടി റിയാസ് ഒപ്പിച്ചു. റീച്ചിന് വേണ്ടിയല്ലേ ചെയ്തത്, എൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടും എന്നറിഞ്ഞിട്ടല്ലേ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ചെയ്തത്, അപ്പം അത് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരേ സംഭവം. എനിക്ക് ആക്ച്വലി പറയാനുള്ളതേ, ഓക്കെ, റിയാസിനെ വെച്ച് ചെയ്താൽ ചിലപ്പോൾ വീഡിയോന് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ റിയാസിനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ റിയാസിൻ്റെ കൂടെ നിൽക്കുന്ന എത്ര പേര് നിൽക്കുന്നുണ്ടെന്ന് നോക്കൂ. വളരെ അല്ലേ, ചുരുക്കൊന്നും പറയാൻ പറ്റില്ല, ഭൂരിഭാഗം വരുന്ന ആൾക്കാരും റിയാസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ചെയ്തത് മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് റിയാസിന് അഗെയിൻസ്റ്റ് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അഗെയിൻസ്റ്റ് സംസാരിക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് കിട്ടുന്നതും റിയാസിന് ക്രിറ്റിസിസം കിട്ടുന്നതും. അത് റിയാസ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ വേറൊരാൾ റിയാസിനെ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ 2 മില്യൺ വ്യൂസ് കിട്ടിയോ, റീച്ച് കിട്ടിയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. റീച്ച് കിട്ടിയോ ഇല്ല എന്നുള്ളതല്ലല്ലോ വിഷയം. എന്ത് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുന്നു, എന്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ആക്ച്വലി റിയാസ് ചെയ്യേണ്ടതേ. അത് മനസ്സിലാക്കൂ, തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രമിക്കൂ. ഇപ്പം ആദ്യം എവിടുന്നോ കേട്ട ഒരു ഫേക്ക് ന്യൂസും പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്ന് എന്താണ് ഇന്ത്യ പാവപ്പെട്ട അവിടെയുള്ള മനുഷ്യരെ ഉപദ്രവിക്കുന്ന ലെവലിലേക്കൊക്കെ എത്തിയോ എന്നൊക്കെയുള്ള രീതിയിലുള്ള പോസ്റ്റൊക്കെ ഇടുന്നതിന് മുമ്പ് ഒരു ഉറപ്പ് വരുത്തണം. മനസ്സിലായി? സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇടുന്ന സമയത്ത് ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ആക്ച്വലി ഇത്. റിയാസ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ അറിയാത്ത കാര്യങ്ങൾ പറയണ്ട. അങ്ങനെ ഒരു കാര്യം അറിയില്ലെന്നോ അല്ലെങ്കിൽ അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്ന സമയത്ത് മോശം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് മിണ്ടാതിരിക്കാം, അറിയാത്ത കാര്യങ്ങൾ മിണ്ടണ്ട. പിന്നെ അടുത്തൊരു കാര്യം, എന്താ പറയുക, തെറ്റായ ഒരു സംഗതി പോസ്റ്റ് ചെയ്തതിന് ശേഷം അത് തെറ്റാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക. തെറ്റ് പറ്റി, ഞാൻ പറഞ്ഞ വിധം ഈസ് മിസ്റ്റേക്ക്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ അത് ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയായിപ്പോയി
എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ ആൾക്കാർ തല്ലിക്കൊല്ലൊന്നുമില്ല. ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, ആൾക്കാരത് മനസ്സിലാക്കും. പക്ഷെ അതിന് പകരം വീണ്ടും എന്താ പറയുക, ഇതിൽ കിടന്ന് മെഴുകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് എന്നുള്ളൊരു റിയാലിറ്റി ആക്ച്വലി മനസ്സിലാക്കുക. അതാണ്, ഇത്രയേ ഉള്ളൂ. ഇനി എന്താ പറയുക, പാകിസ്ഥാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിയാസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു, അവിടെ ഇരിക്കട്ടെ. ഇനി ഇപ്പോഴത്തെ കാര്യം പറയുകയാണ്, പാകിസ്ഥാൻ എന്ത് ആളുകളാണ് ആക്ച്വലി. വാക്കിന് വില എന്ന് പറഞ്ഞ സാധനമുണ്ടോ? ആ രാജ്യത്തിനെ വിലയില്ല എന്ന് പറയുന്നതുകൊണ്ട് എനിക്കൊരു മടിയുമില്ല. എന്ത് വില ആക്ച്വലി ഉണ്ട്? ഒരു എന്താ പറയുക, ഇതെല്ലാം നിർത്തുന്നു, ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് വേണ്ട ഒരു ഇനി വെടിനിർത്തൽ പരിപാടിയാണെന്നൊക്കെയുള്ള രീതിയിലൊരു തീരുമാനമൊക്കെ എടുത്തതിന് ശേഷം പിന്നെയും ആ വാക്ക് തെറ്റിച്ചിട്ട് കാണാ പണി അവർ ഒപ്പിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഇവരെയൊക്കെ ആര് വിശ്വസിക്കും? അല്ലെങ്കിൽ ഇവരെ വിശ്വസിക്കുന്ന ആളുകളുടെ കാര്യമൊക്കെ ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു. എന്തൊരു കഷ്ടമാണ് എന്നുള്ളത്. ബുദ്ധിയില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ കൂടി പോകുക ആക്ച്വലി. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പാകിസ്ഥാൻ, എനിക്കൊരു സംശയമുണ്ട്. അവർക്ക് നമ്മളെന്തായാലും ഇന്ത്യ ഒരിക്കലും അവിടെയുള്ള സിവിലിയൻസിനെ, അവിടെ ഉള്ള സാധാരണ ആളുകളെ ഒന്നും അങ്ങോട്ട് കയറി ഉപദ്രവിക്കാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടെന്നുള്ളൊരു കാര്യമൊന്നുമില്ല. അവരെ ഒന്ന് ഉപദ്രവിക്കാനുള്ളൊരു ഇൻറ്റൻഷൻ ഒന്നും ഇന്ത്യക്ക് ആക്ച്വലി ഇല്ല. അവരെ ഉപദ്രവിക്കാനും ഒന്നും നിൽക്കുന്നില്ല സിവിലിയൻസിനെ. അത് ഇന്ത്യയുടെ തോട്ട്. പക്ഷെ പാകിസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലുള്ള സാധാരണക്കാരുടെ അവസ്ഥയെ കുറിച്ചിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റ് കൺസേൺഡ് ആണോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. ആർ ദേ കൺസേൺഡ് അബൌട്ട് ദെയർ സാധാ പീപ്പിൾ? അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർക്ക് കൺസേൺഡ് ആണോ? അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ത്യ അങ്ങോട്ട് ഹറാസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് തോന്നുന്നു പാകിസ്ഥാൻ ചിന്തിക്കുന്നത്. അതൊരു ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഇങ്ങനെ ഉപദ്രവം ഉണ്ടാക്കണം. അവരുടെ രാജ്യത്ത് എന്താണ് പറയുക, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ്. ദേ ആർ നോട്ട് അറ്റ് ഓൾ തിങ്കിങ് അബൌട്ട് ദാറ്റ്. അവിടെയുള്ള സിവിലിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, അവിടെയുള്ള ആളുകൾ, സാധാരണയായിട്ടുള്ള ആൾക്കാർ, അവർക്ക് ബാധിക്കപ്പെടുമോ? അവർക്ക് എങ്ങനെ ബാധിക്കും? അവരുടെ ആളുകളെ കുറിച്ചിട്ട് അവർ പോലും കൺസേൺഡ് അല്ല എന്നുള്ളൊരു കാര്യം ആക്ച്വലി ഉണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കഷ്ടം. ഇവരിത് ഇനിയും തുടരുന്നേ. വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നൊരു കൺട്രി അല്ല പാകിസ്ഥാൻ. വീണ്ടും പറയണം, അവരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നൊരു കൺട്രി അല്ല. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ നമ്മളെ ശത്രുവായി കാണുന്നു, അല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് ഒരുമാതിരി ഉപദ്രവിക്കാനുള്ള ഒരു ചിന്ത എന്നുള്ളൊരു കാര്യം മാത്രമാണ് ആക്ച്വലി അവർക്ക് ഉള്ളതെന്നുള്ളൊരു റിയാലിറ്റി. ഇനി അവരെ ന്യായീകരിച്ചുകൊണ്ടൊന്നും ആരും വരണ്ട, ഒരു കാരണവശാലും ന്യായീകരിച്ചുകൊണ്ട് വരണ്ട. ഞാനിപ്പോഴും പറയുന്നത് യുദ്ധം വേണമെന്നോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേണമെന്നൊന്നുമല്ല പറയണേ. പക്ഷേ ഇവര് ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? പഹൽഗാമിൽ അവർ ചെയ്തത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പല കാര്യങ്ങളും ഉണ്ട്, അവർ ചെയ്ത പല കാര്യങ്ങളും നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പഹൽഗാം ലേറ്റസ്റ്റ് വിഷയം പറയുകയാണെങ്കിൽ തന്നെ എന്താണ് വെറുതെ വന്ന് അവിടെയുള്ള സാധാരണ ആളുകളെ വന്ന് ഇല്ലാതാക്കിയിട്ട് പോവുകയാണ് ചെയ്തത്. എന്ത് ചെയ്യണം? ഇനി ഇത് തുടരില്ല എന്നെന്താണോ? അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? വീണ്ടും പറഞ്ഞു, യുദ്ധം വേണമെന്നല്ല, പക്ഷെ യുദ്ധമല്ലാതെ എങ്ങനെ അവരെ ഇതിൽ നിന്ന് തടയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അവരെ എങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറ്റും, അവരിനി അനങ്ങാത്ത വിധം എങ്ങനെ ഇരുത്താൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ ഇരുന്ന് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എന്നാലും ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ പറയുന്ന കാര്യങ്ങളാണ്. ആസ് എൻ ഇന്ത്യൻ സിറ്റിസണുള്ള കൺസേൺ പറയുന്നതാണ്. പാകിസ്ഥാൻ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഞാൻ ദുബായിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്.
അവിടെ പാകിസ്ഥാനിലുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് ദേ വർ ഗുഡ്. ഇപ്പോഴും എൻ്റെ ആ കൂട്ടുകാർ മോശം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രവണത പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യയിൽ, നമ്മൾ ഇന്ത്യക്കാരാണല്ലോ, ഇന്ത്യക്ക് എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പാകിസ്ഥാനിലുള്ള കൂട്ടുകാരില്ലേ, അല്ലെങ്കിൽ അവർ പാവങ്ങളാണ് എന്നൊന്നും ഓർക്കാൻ പോലും തോന്നുന്നില്ല. മനസ്സിലായ? അതെന്തുകൊണ്ടാ? അത് പാകിസ്ഥാൻ ഇപ്പൊ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുള്ള ഇമ്പാക്റ്റ് ആണ് നമ്മളെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് അവരോടുള്ള ഒരു സൗഹൃദം വേണ്ട, അല്ലെങ്കിൽ അവരുമായിട്ടൊരു കൂട്ടുകെട്ട് വേണ്ട. ഉള്ള കൂട്ടുകെട്ടും വിടാനുള്ള തോന്നല്, അല്ലെങ്കിൽ നോ 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 അവോയ്ഡ് ദം എന്നുള്ളൊരു മൂഡ് വരുന്നതിന്റെ കാര്യമേ ഇവരുടെ ഇമാതിരിയുള്ള ചെയ്തികളാണ് അല്ലേ? ഇത് സത്യല്ലേ പറഞ്ഞത്? മറീന മൈക്കിൾ എന്തൊക്കെയോ ഒന്ന് പൊട്ടത്തരം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അമീന നിജാം എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇവരൊക്കെ, എന്താ ഈ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവർ ഈ പറഞ്ഞു വരുന്നത്? അയ്യയ്യയ്യയ്യയ്യേ, ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഡീപ്പായിട്ടുള്ള നോളേജ് ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല, അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുക. ആരും പരാതി പറയാൻ പോകുന്നില്ല, നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ലല്ലോ, എന്താ മിണ്ടാത്ത് എന്നൊന്നും ആരും പറയാൻ വരുന്നില്ല, ആരും പറയാൻ വരില്ല. പക്ഷെ ഇത് അറിയാതെ സംഗതി കൊണ്ടുപോയി തലയും വെച്ച് സംസാരിച്ച് അവസാനം നാണം കെട്ട് നാറി എയറിലും പോയി യൂഗും കെട്ടി ട്രോളും വാങ്ങി പിന്നെ അവസാനം കണ്ടതങ്ങനെ മെഴുകി ന്യായീകരിച്ച് നാറുക എന്നല്ലാതെ എന്താ കാര്യമുള്ളേ? അതേ പറയാനുള്ളൂ. ശരി എന്നാ.